ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയാലോ. ദം ചെയ്യാതുണ്ടാക്കുന്ന നല്ല രുചിയുള്ള മാഞ്ഞാലി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എല്ലോടുകൂടിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞതിന് ശേഷമുള്ള തൂക്കമാണ് 1 കിലോ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. മസാലയെല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് മസാല നന്നായിട്ടൊന്ന് കുഴച്ച് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ നേരം മൂടി വെച്ച് മാറ്റി വയ്ക്കാം. മസാല തേച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് നേരമാണ് ഞാൻ ഈ ചിക്കൻ വേവിച്ചെടുത്തത്. നാടൻ കോഴിയാണെങ്കിൽ കുറച്ചുകൂടെ നേരം വേവിക്കേണ്ടി വരും. വേവിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ചിക്കൻ ഒരുപാട് അങ്ങ് വെന്തു പോകാതെയും ശ്രദ്ധിക്കണം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലെ ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. ഇതേപോലെ ചിക്കനിലെ ഗ്രേവി മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് 3 മിനിറ്റ് നേരമാണ് ഞാൻ ഫ്രൈ ചെയ്തത്. അതിനുശേഷം ചിക്കൻ മറിച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6 മിനിറ്റ് നേരം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്ത് ഡ്രൈ ആയിട്ട് ചിക്കൻ ഹാർഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചിക്കൻ ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി സെയിം പാനിലേക്ക് തന്നെ 2 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് നേരം അതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കനം കുറച്ചരിഞ്ഞ 4 സവോള ചേർത്ത് കൊടുക്കാം. ഏകദേശം 350 ഗ്രാം വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള വഴറ്റി ചെറിയൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 250 ഗ്രാം വരും. കപ്പ് അളവിൽ 1.5 കപ്പ് തക്കാളി അരിഞ്ഞതാണിത്. തക്കാളി ഒരു 30 സെക്കൻഡോളം ഇളക്കിയതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി സവോളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ആ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ ഈ ഗ്രേവിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഗ്രേവി ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ല ഗ്രേവി ഉണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് വെന്തലിഞ്ഞ് ഈ ചിക്കനിലേക്ക് ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഗ്രേവി നല്ല കുറുകി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നല്ല ഫ്രഷ് തന്നെ കറിക്ക് ചേർക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ ഇതിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ കറിക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് മൂടി വെച്ച് 1 മിനിറ്റ് നേരം കൂടെ ചെറുതീയിൽ വയ്ക്കാം. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ ആ കറിക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞാലി ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായി. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം റൈസ് പ്രിപ്പയർ ചെയ്യാം. ചൂടായ ഒരു പാനിലേക്ക് 3.5 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചെറുതായി നിറം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്തിളക്കാം. ഉണക്കമുന്തിരി ഇപ്പം നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അതേപോലെ കാഷ്യൂ നട്ട്സ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സവോള വറുത്ത് വരുന്നതിന് പകരം വെന്ത് പോകും. അതേപോലെ സവോള വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധ പോകാതിരിക്കാൻ നോക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സവാള വറുത്ത് കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 6 ഏലക്ക, 8 ഗ്രാമ്പു, പിന്നെ 2 ഇഞ്ച് കനത്തിൽ കറുവപ്പട്ട ചെറുതായി നുറുക്കിയത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഏകദേശം 30 സെക്കൻഡാണ് ഞാനിത് ചൂടാക്കിയത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ചെറുതായി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തീ കുറച്ച് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം 4.5 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറിന് ആവശ്യമായ 1.5 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിളക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിൽ മാത്രം ബസുമതി റൈസ് യൂസ് ചെയ്യാം. ഇത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇനി ഈ റൈസ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ മീഡിയം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്കിട്ട് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് നല്ല ചൂടുള്ള 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കിയിടാം.
ഇപ്പോൾ അരി ഇട്ടതിന് ശേഷം മൊത്തം 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ റൈസ് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരുപാട് ഇളക്കി അത് കുഴച്ച് കളയരുത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൈനാപ്പിൾ പീസസ് കൂടെ ചേർത്തിളക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മഞ്ഞൾപ്പൊടിയുടെയും പാലിൻ്റെയും കൂടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇടവിട്ട് മഞ്ഞ കളറും വെള്ള കളറും വന്ന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഇനി ഈ റൈസ് 10 മിനിറ്റിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യാം. മഞ്ഞയും വെള്ളയും കളറ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആകാൻ വേണ്ടി. ഇതുപോലെ റൈസ് തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സദ്യക്ക് കഴിക്കുന്ന പോലെയോ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ഈ റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നമുക്ക് ഈ റൈസിൻ്റെ കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ റൈസ് വിളമ്പുമ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാഞ്ഞാലി ചിക്കൻ ബിരിയാണി ഇതേപോലെ തയ്യാറാക്കിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രുചിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.